ഇപ്പം നിങ്ങളൊക്കെ വിചാരിക്കണ്ടാവും അല്ലേ, എന്താ ഇയാൾ മിണ്ടാണ്ടിരിക്കണേന്ന്. ഒന്നുമില്ല. മനുഷ്യർക്ക് ഓരോ ദിവസം പറ്റുന്ന ഓരോ അബദ്ധങ്ങൾ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ എന്താ പറയുക, വിഡിത്തങ്ങൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അങ്ങനെ ഒരു വിഡിത്തം ഇന്ന് എനിക്ക് പറ്റി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വീട് ഇരിങ്ങാലക്കുടയാണ്. ഞാൻ തൃശ്ശൂർക്ക് പോവുകയാണ്. അപ്പോൾ എൻ്റെ കാറുണ്ട്, ഞാൻ തന്നെയാണ് ഡ്രൈവ് ചെയ്യണേ. അപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്ത് പോയി ഒരു പകുതി വഴി എത്തിയപ്പോൾ ഒരു പാലമുണ്ട് കേട്ടോ. ഈ പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബസ് കറക്റ്റാണ് ഇങ്ങോട്ട് കടന്നു പോകും, അതിനോട് ചേർന്നൊരു കാറും അങ്ങോട്ട് കടന്നു പോവും. രണ്ട് ബസ് ഒരുമിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് കടന്നില്ല. അങ്ങനത്തെ ഒരു പാലമായിരുന്നു. അപ്പം ഞാൻ സാധാരണ അതിൽ പോണതാണ്. അപ്പം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനീ പാലത്തമ്മ എൻ്റെ ഫ്രണ്ടിലെ രണ്ട് വീല് പാലത്തമ്മയ്ക്ക് കയറി. അപ്പം എനിക്കറിയാം അവിടുന്ന് വല്ല വണ്ടി വരുന്നുണ്ടാവുമെന്ന് വെച്ചാൽ ഞാൻ ലൈറ്റ് ഇട്ടാണ് കയറിയത്. അവിടുന്ന് ബസ് വരുന്നുണ്ട്. ബസ് എന്താ പറയുക, എന്നെ കണ്ടില്ല എന്നുള്ള മട്ടിലാണ് ബസ് വരുന്നത്. അപ്പോൾ ബസ്സിൻ്റെ ഈ വൈപ്പർ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ അവിടെ മഴ പെയ്യുണ്ടാവും, അപ്പോൾ അത് കാരണം ഇരിക്കും ഇയാൾ വൈപ്പർ ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചത്. ബസ് അടുത്ത് വന്നു, ഞാൻ അങ്ങോട്ട് ചെന്നു. ഞാൻ പിന്നാക്കം പോകേണ്ട കാര്യമില്ല, കാരണം ഞാനാണല്ലോ ആദ്യം പാലത്തമ്മ കയറി. അപ്പോൾ ഇയാളും കയറി വന്നിട്ട് ഇയാൾ എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് പണിയെ കാണിച്ചേ എന്നോട്. ഞാൻ പറഞ്ഞു, എടോ ഞാൻ തന്നെക്കാളും മുമ്പ് പാലത്തമ്മ കയറിയതാ, ഞാൻ ലൈറ്റ് ഇട്ട് കാണിച്ചില്ലേ, വേറെ അങ്ങോട്ട് വണ്ടി പോയില്ലെന്ന് എനിക്കറിയാലോ, ഞാൻ അങ്ങോട്ട് പോകണം, എനിക്ക് എമർജൻസി ഉണ്ട് എന്നുള്ള പേരിലാണ് ഞാൻ ലൈറ്റ് ഇട്ട് കാണിച്ചത്. തനിക്ക് അവിടെ നിന്ന് ഒതുക്കി നിർത്തി കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് കടന്നു പോയില്ലേ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല പറ്റില്ലാന്ന്. ഇയാൾ പറയട്ടെ പറ്റില്ല എന്ന് പറഞ്ഞു. പറ്റില്ല എന്നാണ് എപ്പോൾ പറഞ്ഞു. അപ്പം ഞാൻ അപ്പോഴേ വൈപ്പറിട്ട് കാണിച്ചില്ലേ പറ്റില്ല എന്ന്. മനസ്സിലായോ നമുക്ക്? പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈപ്പറിട്ട് കാണിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. ഞാൻ ലൈറ്റ് ഇട്ട് കാണിച്ചു, എന്താ ഗുണമുണ്ടായി? ഇതൊക്കെ നമുക്കറിയോ? ഞാൻ ഒന്നും വേണ്ടിയില്ല. ഞാൻ കാറ് പിന്നാക്കെടുത്തു, കാരണം അവർ വലിയ വണ്ടിയല്ലേ. അപ്പോൾ ആൾക്കാരൊക്കെ പറഞ്ഞു, നിങ്ങൾ കാര്യം ചെയ്യും, നിങ്ങൾ കാറ് പിന്നാക്കെടുക്കുമോ, നിങ്ങൾ ചെറിയ വണ്ടിയല്ലേ, അത് വലിയ വണ്ടിയല്ലേ, അത് പിന്നാക്കെടുക്കാൻ ബുദ്ധിമുട്ടാണ്, നിങ്ങൾ പിന്നാക്കെടുക്കുമോ എന്ന് നോക്കിയപ്പോൾ ഞാൻ പിന്നാക്കം കൊണ്ടുപോയി. എന്താ ചെയ്യുക? ഇന്നത്തെ കാലത്ത് എങ്ങനെ നമ്മൾ ജീവിക്കുക പറയൂ? കഷ്ടം.